ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പോ നമുക്ക് ഇന്ന് നമ്മുടെ ഇസ്കോണിന്റെ പല അതായത് ഹെഡ് ആയിട്ടിരിക്കുന്ന ഒരുപാട് പ്രഭുക്കന്മാരുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഗുരു ആയിട്ട് സ്വീകരിക്കുന്ന ഒരുപാട് പ്രഭുക്കന്മാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർ ഓഫീസേഴ്സ് ഉണ്ട്. ഏറ്റവും ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഓഫീസേഴ്സ് തൊട്ട് ഒട്ടും പൊസിഷനിൽ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് അതിന്റെ ഇടയ്ക്ക്. പക്ഷെ എന്നാലും കുറച്ചു പേര് പ്രഭുപാദ് തന്നെ ഇസ്കോളിലോട്ട് കൊണ്ടുവന്നവരാണ് കുറച്ചു പേര്. അവര് വന്നത് വളരെ എന്താ പറയാ, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും അവര് വന്നത്. കാരണം ഈ നമ്മുടെ ഇസ്കോണിന്റെ പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത്, അതായത് ഒരു 60s 70s കാലങ്ങളില് നമുക്ക് ഈ ഇസ്കോൺ വരുമ്പോഴത്തേക്കും അമേരിക്കയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കൂടുതലും ഉണ്ടായിരുന്നത് ഹിപ്പീസ് ആണ്. ഹിപ്പീസ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഡ്രഗ് ഡീലേഴ്സും ഡ്രഗിനെ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ, നോൺ വെജിറ്റേറിയൻസ്, ഇവരാണ് അന്ന് അമേരിക്ക കൂടുതലും ഉണ്ടായിരുന്നത്. ഇവരൊക്കെയായിരുന്നു. അപ്പൊ ഈ അമേരിക്കയിൽ ആ സമയത്ത് ഇസ്കോൺ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് കൊണ്ടുവരാന്ന് പറയുന്നത് തന്നെ ഒട്ടും ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം അവിടെ സാധാരണ മനുഷ്യരെക്കാളും കൂടുതലുള്ളത് ഇതേപോലത്തെ ആൾക്കാരായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ അമേരിക്കയിലോട്ടൊക്കെ ഇത് കൊണ്ടുവരിക, അവിടെ ഫുള്ള് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പാടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് മാത്രമല്ല, ഇവരൊക്കെ ഭയങ്കര എന്താ പറയാ വയലന്റ് ആണ്. പെട്ടെന്ന് ഇവർക്ക് ദേഷ്യം വരും, പെട്ടെന്ന് നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുക, അങ്ങനത്തെ ആൾക്കാരും ആണ് ഇവര്. അപ്പോ പക്ഷെ എന്നാലും നമ്മുടെ പ്രഭുപാദ് കാരണം അമേരിക്കയിലെ കുറെ ആൾക്കാരെയൊക്കെ നമുക്ക് ഭഗവാനിലോട്ട് എത്തിക്കാൻ പറ്റി. അങ്ങനെ ഇരിക്കെയാണ് ഒരിക്കൽ ഒരു ഡ്രഗ് ഡീലർ, അതായത് അവിടുത്തെ ഏറ്റവും വലിയൊരു കുറ്റവാളിയാണ് അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ മയക്കുമരുന്ന് ബിസിനസ്സിലെ ഹെഡാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ ഇദ്ദേഹം പോലീസുകാരിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കുകയാണ്. പോലീസുകാർ പിന്തുടരുകയാണ്. അപ്പൊ പോലീസുകാരിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ഓടി 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 അവസാനം എത്തുന്നത് ഭഗവാന്റെ ഈ ഇസ്കോണിന്റെ നമ്മൾ ഈ ജഗന്നാഥ് യാത്രയൊക്കെ പോയില്ലേ, അതുപോലത്തെ ഒരു അവരെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഇതിന്റെ ഇടയ്ക്കൂടെ ഇവിടെയാണ് അദ്ദേഹം എത്തുന്നത്. അപ്പൊ അദ്ദേഹം വിചാരിക്കും ഇനി ഈ പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മാർഗ്ഗേ ഉള്ളൂ, ഇതിന്റെ അകത്ത് കയറി അങ്ങ് നിൽക്കാം. അപ്പൊ പിന്നെ വേറെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഇദ്ദേഹം ഇതിന്റെ അകത്ത് കയറി നിൽക്കും. അപ്പൊ ഒരിക്കൽ ഡിവോട്ടീസിന്റെ ഇടയിൽ വന്നാലുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാല് അവര് തിരിച്ച് വന്ന ആളെ അവര് തിരിച്ചയക്കത്തില്ല. അവര് അത്രയും ഭഗവാനിലോട്ട് എത്തിക്കാൻ നോക്കും. അങ്ങനെ ഇതിന്റെ അകത്ത് കയറിയ പോലീസുകാർ നോക്കിയപ്പോ പെട്ടെന്ന് ഇദ്ദേഹത്തിനെ കാണുന്നില്ല. അപ്പൊ അങ്ങനെ അവരങ്ങോട്ട് അന്വേഷിച്ചു പോവാണ്. അപ്പൊ ഇവര് പോയ സമയം നോക്കി ഇദ്ദേഹം ഇങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അദ്ദേഹം വെളിയിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ഇറങ്ങുമ്പോൾ അവിടുന്ന് ആ ഡിവോട്ടീസ് തള്ളി അകത്തോട്ട് വിടും. വീണ്ടും റൈറ്റ് സൈഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടുന്ന് ഡിവോട്ടീസ് തള്ളി അകത്തോട്ട് വിടും. ചാൻ ഹരേ കൃഷ്ണ, ചാൻ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് അവരിങ്ങനെ അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് വെളിയിൽ ഇറങ്ങാനും പറ്റില്ല. പക്ഷെ ഇദ്ദേഹം നോക്കുമ്പോ പോലീസുകാർക്ക് ഒരു സംശയമുണ്ട്, ഇനി ഇതിന്റെ അകത്ത് വല്ലതും കയറിയോ സംശയം. നമ്മുടെ ഇസ്കോൺ ടെമ്പിളിന്റെ ഫ്രണ്ടിൽ ഇവരിങ്ങനെ നിൽക്കും. ഇദ്ദേഹം ഇനി തിരിച്ചിറങ്ങുകയാണെങ്കിൽ പിടിക്കാലോ എന്ന് വിചാരിച്ച് ഇസ്കോൺ ടെമ്പിളിന്റെ ഫ്രണ്ടിൽ ഇദ്ദേഹം നിൽക്കും. ഇവർ നിൽക്കും, പോലീസുകാർ നിൽക്കും. അപ്പൊ ഇത് കാണുന്ന ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഇത് പേടിയാ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, പെട്ടെന്ന് ഇദ്ദേഹം അവിടുത്തെ ടെമ്പിൾ പ്രസിഡന്റിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ആശ്രമത്തിൽ ചേരാൻ ആഗ്രഹമുണ്ടെന്ന് പറയും. അപ്പൊ ഈ ടെമ്പിൾ പ്രസിഡന്റ് എന്താ വിചാരിക്കുക, ഈ കീർത്തൻസ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് ഇദ്ദേഹത്തിന് ഈ ഭക്തിയിലോട്ട് വരാൻ താല്പര്യം എന്ന് പറഞ്ഞ് ഈ ടെമ്പിൾ പ്രസിഡന്റ് അന്ന് കീർത്തൻ പാടിയ ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കും. അപ്പൊ അങ്ങനെ ഇദ്ദേഹം ആ ടെമ്പിളിൽ ചേരാണ്. അപ്പൊ ഇദ്ദേഹം നോക്കുമ്പോ ഇദ്ദേഹം വിചാരിക്കും ഇവിടെ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ ലേസി ആയിട്ട്, അതായത് ഭയങ്കര ഒന്നും ജോലികളൊന്നും ചെയ്യാത്ത പക്ഷെ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അദ്ദേഹത്തിന് വേറെ ജോലിയൊന്നും എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം അങ്ങനെയാണല്ലോ. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യണം, അതും ഒരു കുറെ നേരം ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതേപോലെ കുറെ യാത്രകൾ പോകണം. ഇദ്ദേഹം ഇങ്ങനെ ഇത്രയും വിചാരിക്കുന്നുള്ളൂ. അപ്പൊ ഇദ്ദേഹം എന്നിട്ട് അന്ന് അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. പിറ്റേന്ന് കറക്റ്റ് 3:30 ആയപ്പോ രാവിലെ
3:30 ആയപ്പോ ഇദ്ദേഹത്തിനെ വിളിച്ചുണർത്തുകയാണ് അവിടുത്തെ ആൾക്കാർ. പെട്ടെന്ന് എണീക്കൂ, ഗൗരംഗ വിളിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുകയാണ്. ഉണർത്തിയതിനു ശേഷം ഇദ്ദേഹം നോക്കുമ്പോഴത്തേക്കും അന്നൊക്കെ ഇസ്കോണിൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര വലിയ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം സൗകര്യമുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അന്ന് അവിടെ ഒരു ബാത്റൂമേ ഉള്ളൂ. അപ്പൊ ആ ബാത്റൂമിലാണ് ഇവരെല്ലാവരും പോകുന്നത്. ഒറ്റ ബാത്റൂമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതേ നോക്കുമ്പോൾ ഒരു വലിയ ക്യൂ ആണ് ബാത്റൂമിലേക്ക്. അപ്പൊ ഇദ്ദേഹം വിചാരിക്കും, അതും ഒന്നാമത്തെ കാര്യം അമേരിക്കയില് തണുപ്പ് വിന്റർ വരുന്ന സമയത്ത്, തണുപ്പ് കാലം വന്ന സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അന്നത്തെ കാലത്ത് 3:30 എണീറ്റ് കുളിക്കാന്ന് പറയുന്നത് വളരെ പാടായിട്ടുള്ള സംഭവമാണ്. ഇദ്ദേഹം വിചാരിക്കും ചൂട് വെള്ളം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഇദ്ദേഹം അങ്ങനെ ഇങ്ങനെ എന്താ പറയാ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പറ്റും ഇതേ നോക്കുമ്പോൾ നല്ല തണുത്ത വെള്ളം, നല്ല ഐസ് പോലത്തെ വെള്ളം, ഇതെങ്ങനെ എടുത്ത് തലയിൽ കൂടെ ഒഴിക്കും എന്ന് ഇദ്ദേഹം വിചാരിക്കുകയാണ്. നോക്കുമ്പോ പുറത്തുനിന്ന് ആൾക്കാർ കൊട്ടുന്നുണ്ട്, വേഗം ഇറങ്ങും, വേഗം ഇറങ്ങും, അവിടെ ആരതിക്ക് സമയം എന്ന് പറഞ്ഞ് കൊട്ടുന്നുണ്ട്. ഇദ്ദേഹം പെട്ടെന്ന് 2 കപ്പ് വെള്ളം എടുത്ത് തലയിൽ കൂടെ ഒഴിച്ചിട്ട് ഇദ്ദേഹം പെട്ടെന്ന് ഇറങ്ങി ഇദ്ദേഹം നോക്കുമ്പോഴത്തേക്കും അവിടെ ആരതിക്ക് സമയം. അപ്പൊ എല്ലാവരും അവിടെ ഡീറ്റെയിൽസിന് നമസ്കരിക്കും, ഇദ്ദേഹം നമസ്കരിക്കും. അവര് ഇങ്ങനെ ഓരോ ഡാൻസ് കളിക്കുകയാണ്. അതായത് നമ്മള് ഇസ്കോളിൽ നമ്മൾ വരുമ്പോ 1-2 ഡാൻസ് നമ്മളിങ്ങനെ ഒരേപോലെ കളിക്കത്തില്ലേ, അതേപോലെ അവര് കളിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ആരതി അരമണിക്കൂറുണ്ട്. ആ അരമണിക്കൂർ ഇദ്ദേഹം ഒരേ സ്റ്റെപ്പ്, ഇദ്ദേഹത്തിന് വേറെ സ്റ്റെപ്പ് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് ഇദ്ദേഹം ഒരേ സ്റ്റെപ്പ് തന്നെ ആ അരമണിക്കൂർ ചെയ്യാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം വിചാരിക്കും ആരതി കഴിഞ്ഞു, ഇനി എനിക്ക് കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിക്കും. നോക്കുമ്പോ അടുത്ത് നരസിംഹാരതി. അപ്പൊ നരസിംഹാരതി നോക്കുമ്പോഴത്തേക്ക് ഇതുവരെ നരസിംഹ ഭഗവാനെ കണ്ടിട്ടില്ല. നോക്കുമ്പോ ഒരു വലിയ ഭീകര രൂപം വന്നിട്ട് ഒരാളുടെ എന്താ പറയാ നെഞ്ചിങ്ങനെ കീറുന്നത് കാണുമ്പോഴത്തേക്ക് ഇദ്ദേഹം വിചാരിക്കും ഇദ്ദേഹം ആരാണ് ഈ ആളെന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന ഡിവോട്ടി എടുത്ത് ചോദിക്കും. അപ്പൊ ആ ഡിവോട്ടി പറയും, ഇത് അതായത് ലാസ്റ്റ് ക്ലാസ്സിന് ഉറക്കെ പാടാത്തത് കൊണ്ട് അയാളെ പിടിച്ചിങ്ങനെ, അതായത് അവിടെ ആരാണോ ഉറക്കെ പാടാത്ത, ഭഗവാന്റെ കീർത്തൻസ് ഉറക്കെ പാടാത്ത അവരാണ് ഈ ഇദ്ദേഹത്തിന്റെ മടിയിൽ ഇരിക്കുന്നത് എന്ന് പറയും. കാരണം ഇദ്ദേഹത്തിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഇദ്ദേഹം ഒന്നും പാടുന്നില്ല അതുകൊണ്ട്. അപ്പൊ ഇത് കേട്ടറിന് മറ്റാൾക്ക് പേടിയാ, കുറ്റവാളിക്ക് പേടിയാ, ഇദ്ദേഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് പാടാൻ തുടങ്ങും. അങ്ങനെ ഈ പാടിയൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇദ്ദേഹം വിചാരിക്കും ഇനിയെങ്കിലും കിടന്ന് ഉറങ്ങാന്ന് വിചാരിക്കുമ്പോൾ നോക്കുമ്പോൾ തുളസി ആരതി ഉണ്ട്. തുളസി ആരതി കഴിഞ്ഞിട്ടാണല്ലോ മെയിൻ ആയിട്ടുള്ള സംഭവം, ജപം. 2 മണിക്കൂർ ജപം ഉണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം വിചാരിക്കും ഇപ്പൊ ഇദ്ദേഹത്തിന് ജപിക്കാൻ അറിയില്ല. ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാല് ഇദ്ദേഹം നോക്കുമ്പോ എല്ലാവരും ഒരു ബാഗിന്റെ അകത്ത് കൈ ഇങ്ങനെ വെളിയിലിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അത് എന്താ ചെയ്യുന്നെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. എന്നിട്ട് ഇങ്ങനെ അപ്പൊ ഇദ്ദേഹത്തിന് നോക്കുമ്പോ ഇദ്ദേഹത്തിന് ഇങ്ങനെ ചൂണ്ടി കാണിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം കാണുന്നത്. പക്ഷെ ഇദ്ദേഹം തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് ചോദിക്കുക എന്തിനാണ് ഇവരെല്ലാം എന്നെ ചൂണ്ടുന്നതെന്ന് ചോദിക്കുമ്പോ പറയും അങ്ങ് മാത്രമാണ് ജപിക്കാത്ത, അതുകൊണ്ടാണ് ചൂണ്ട. അപ്പൊ ഇദ്ദേഹത്തിന് ചാൻറ്റിങ് അറിയില്ല. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, ആ ബീഡ്സ് എടുത്ത് മാല എടുത്ത് വെളിയിൽ വെച്ചിട്ട് ഇദ്ദേഹം ബാഗ് മാത്രം കൊണ്ട് ഇങ്ങനെ ജപിക്കാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം ഇനിയെങ്കിലും ഉറങ്ങാന്ന് വിചാരിക്കുമ്പോൾ അടുത്ത് ഭാഗവതം ക്ലാസ് ഉണ്ട്. അപ്പൊ ഈ ഭാഗവതം ക്ലാസ് കഴിഞ്ഞ് ഇദ്ദേഹം വിചാരിച്ചു പ്രസാദം അപ്പൊ ഇതിന് സന്തോഷമായി. അങ്ങനെ അദ്ദേഹം പ്രസാദം കഴിച്ചിട്ട് ഉറങ്ങാന്ന് വിചാരിക്കുമ്പോ അവിടുത്തെ ടെമ്പിൾ പ്രസിഡന്റ് പറയും നീ 12 മണിക്കൂർ ബുക്ക് എല്ലാവർക്കും ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോയിട്ട് വരൂ, ബുക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് വരൂ എന്ന് പറയും. അങ്ങനെ ഇദ്ദേഹത്തിന് വല്ലാത്ത ഇതായി. അപ്പൊ അങ്ങനെ 6 മാസം ഇതേ കാര്യം ഇങ്ങനെ തുടർന്ന് പോവാണ്. ഇദ്ദേഹത്തിന് നേരെ ഉറക്കമില്ല, ഇദ്ദേഹത്തിന് നേരെ ഭയങ്കര ക്ഷീണമാണ്. അങ്ങനെ തുടർന്ന് പോവാണ്. അവസാനം ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് മടുക്കാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, നേരെ ടെമ്പിൾ പ്രസിഡന്റ് പോയി കാര്യം തന്റെ യഥാർത്ഥ അവസ്ഥ പറയാന്ന് പറഞ്ഞ് നേരെ പോയി. അപ്പൊ പോയ സമയത്ത് ടെമ്പിൾ പ്രസിഡന്റ് പറഞ്ഞു, അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ശരിക്കും നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഞാൻ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ടെമ്പിൾ പ്രസിഡന്റും അതെ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ആത്മാവാണ്, ശരീരമല്ല, നീ അത് മനസ്സിലാക്കി എടുത്തുല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു ഡ്രഗ് ഡീലർ ആണ്, ഇങ്ങനെ പോലീസുകാർ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറഞ്ഞ് ഫുള്ള് കഥയും പറയും. അപ്പൊ ടെമ്പിൾ പ്രസിഡന്റ് പറയും നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്? അപ്പൊ അദ്ദേഹം പറയും എനിക്ക് ഭഗവാനിലോട്ട് സമർപ്പിക്കണം, കൃഷ്ണന് സമർപ്പണം അർപ്പിക്കണം എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു നീ ആദ്യം പോയി പോലീസിന്റെ അടുത്ത് കീഴടങ്ങ്, അത് കഴിഞ്ഞ് നീ ടെമ്പിളിലോട്ട് തിരിച്ചു വാന്ന് പറയും.
അങ്ങനെ ഇദ്ദേഹം പോയി പോലീസിന്റെ അടുത്ത് കീഴടങ്ങി. അങ്ങനെ കീഴടങ്ങി പോലീസുകാർക്ക് ഭയങ്കര സന്തോഷം, ഇദ്ദേഹത്തിനെ പിടിച്ചല്ലോ എന്ന് വിചാരിച്ച സന്തോഷത്തില് ഇദ്ദേഹത്തിനെ ജയിലിൽ കൊണ്ടുപോയിട്ടിട്ട് അത് കഴിഞ്ഞ് കോടതിയിൽ കൊണ്ടുപോകും. കോടതിയിൽ കൊണ്ടുപോകുമ്പോ ജഡ്ജ് ചോദിക്കും, ഈ 6 മാസം നീ എവിടെയായിരുന്നു, എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിക്കും. അപ്പൊ ഇദ്ദേഹം പറയും, ഞാൻ 6 മാസം എന്ത് ചെയ്യായിരുന്നു, ഞാൻ 3:30 എണീറ്റു. അപ്പൊ ജഡ്ജി ചോദിക്കും, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ ഇത്രയും വലിയ ക്യൂവിൽ നിന്ന് തണുത്ത വെള്ളത്തിൽ കുളിച്ചു, അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ആരതി ചെയ്തു, പിന്നെ ഞാൻ തുളസി പരിക്രമ ചെയ്തു, പിന്നെ ഞാൻ കീർത്തൻ പാടി, പിന്നെ ജപിച്ചു. ഇതൊക്കെ പറയുമ്പോൾ അത് ജഡ്ജ് പറയും, ശരി ഇനി ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പൊ തൊട്ടടുത്ത് നിന്ന് പോലീസുകാർ പറയും, അങ്ങ് എന്താ ചെയ്ത്, ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടാണ് ഇദ്ദേഹത്തിനെ പിടിച്ച് അങ്ങ് വെറുതെ വിടുന്നു. അപ്പൊ ജഡ്ജി പറഞ്ഞു, ഈ 6 മാസം അദ്ദേഹം അനുഭവിച്ചത് ഇവിടുത്തെ ജയിൽ ജീവനക്കാരും വലിയ ലൈഫാണ്, അതായത് വലിയ കഷ്ടപ്പാടാണ് എന്റെ ഈ 6 മാസം അനുഭവിച്ചത്, ഇനി ഈ പാവത്തിനെ കൊണ്ട് അനുഭവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ പറഞ്ഞു വിടും. അങ്ങനെ അദ്ദേഹം വീണ്ടും ടെമ്പിളിലോട്ട് പോയി വീണ്ടും ഈ സർവീസ് തന്നെ അദ്ദേഹം തുടരും. അപ്പോ ഇന്ന് അദ്ദേഹം നമ്മളെ വലിയ ഹെഡ് പ്രഭുക്കന്മാരില് ഒരാളാണ് അദ്ദേഹം. പക്ഷെ പേരൊന്നും എനിക്കറിയില്ല, ഞാൻ ഇതൊരു ലെക്ചറിൽ കേട്ടാണ്, അപ്പം പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ഇന്നുള്ള ഹെഡ് ആൾക്കാരിൽ ഒരാളാണ് അദ്ദേഹം എന്ന് മാത്രം എനിക്കറിയാം. അപ്പൊ അന്ന് ഇദ്ദേഹം സ്വയമായിട്ട് ഈ കഥ പറയുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്, അന്ന് ആ ജഡ്ജി പറഞ്ഞത്, ഇവിടുത്തെ തടവുകാരെക്കാളും എനിക്ക് കഷ്ടപ്പെട്ട ലൈഫാണ് എന്റേത്, ഞാൻ അനുഭവിച്ച 6 മാസം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് തെറ്റായിരുന്നു. ഞാൻ അനുഭവിച്ച 6 മാസം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാലയളവായിരുന്നു 6 മാസം. അല്ലെങ്കിൽ അത് കാരണമാണ് ഇന്ന് എനിക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ചിലപ്പോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും നമ്മൾ ഭഗവാനെ പിടിക്കുന്നത്. പക്ഷെ ഭഗവാനെ ഒരു സമയത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ തിരിച്ചു വിടത്തില്ല. അതിന് എത്ര ഇതായാലും ഭഗവാനെ വിടത്തില്ല. ഭഗവാന്റെ ഡിവോട്ടീസും ഒരിക്കലും നമ്മളെ കൈവിടില്ല. അതിന് എത്ര വലിയ മോശപ്പെട്ട ആളായാൽ പോലും അവർക്ക്, കാരണം അവരുടെ എല്ലാവരുടെ മുമ്പിൽ എല്ലാവരുടെ ഡിവോട്ടീസിന്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. കാരണം എല്ലാവരുടെ ഉള്ളിലും പരമാത്മ രൂപേണ ആരാണ് ഇരിക്കുന്നത്, ഭഗവാനാണ് ഇരിക്കുന്നത്. ഇനി യശോദാ മാതാവിന്റെ ഭഗവാന്റെ ഒരു ചെറിയ പാസ്റ്റ് ടൈമും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇത് വന്നിട്ട് ഭഗവാനും ബൽറാം സ്വാമിയും ഭഗവാൻ യശോദാ മാതാവിനോട് ചെയ്യുന്ന ലീലാസൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഭഗവാനും ബൽറാം സ്വാമിയും ഒരിക്കൽ എന്ത് ചെയ്യും, കളിക്കാൻ പോവുമല്ലോ, കൂട്ടുകാരോടെ കളിക്കാൻ പോവുമല്ലോ. അപ്പൊ ബൽറാം സ്വാമിയാണല്ലോ വലുത്, ഭഗവാൻ ചെറുതല്ലേ. അപ്പൊ അങ്ങനെ കൂട്ടുകാരോടെ കളിക്കാൻ പോകുന്ന സമയത്ത് ഭഗവാനെ പെട്ടെന്ന് ബൽറാം സ്വാമി വിളിക്കും, കൃഷ്ണ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പൊ ഭഗവാൻ പറയും, ഭഗവാൻ ഇങ്ങനെ വന്നിട്ട്, എന്ത് പറ്റി ചേട്ടാ, അങ്ങ് എന്നെ എന്തിനാ വിളിച്ചെന്നൊക്കെ ചോദിക്കും. അപ്പം ബൽറാം സ്വാമി പറയും, നിനക്കൊരു കാര്യം അറിയും, ഞാൻ നിന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാൻ, നീ എന്റെ ഉത്തരം പറയുമെന്ന് ചോദിക്കും. അപ്പൊ ഭഗവാൻ പറയും, ശരി എന്നാ ചേട്ടൻ ചോദിച്ചോ, ഞാൻ പറയാമെന്ന് പറയും. അപ്പൊ ബൽറാം സ്വാമി പറയും, യശോദ മാതാവ് വെളുത്തിട്ടാണ് ഇരിക്കുന്നത്, നന്ദബാബ വെളുത്തിട്ടാണ് ഇരിക്കുന്നത്, ഇവൻ ഞാനും വെളുത്തിട്ടാണ് ഇരിക്കുന്നത്, നീ എന്തുകൊണ്ട് കറുത്തിരിക്കുന്നു? ഇതാണ് ബൽറാം സ്വാമി ചോദിച്ചു ചോദ്യം. അപ്പൊ ഭഗവാൻ പറയും, അത് അങ്ങനെ ആയിപ്പോയതാണ്, എനിക്കറിയില്ല എന്നിങ്ങനെ പറയും. അപ്പൊ ബൽറാം സ്വാമി പറയും, പക്ഷെ എനിക്കറിയാം അതിന്റെ കാരണം എന്താന്ന് എനിക്കറിയാം, പക്ഷെ നീ ഇത് ആരോടും പറയരുത്, ഭയങ്കര സീക്രട്ട് ആണ്. പക്ഷെ ഇത് ബൽറാം സ്വാമി പറയുന്നത് ഫുള്ള് ഗോപന്മാരുടെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ബൽറാം സ്വാമി ഇത് ഭഗവാനോട് പറയുന്നത്. അവരെല്ലാം കേൾക്കത്തക്ക രീതിയിലാണ് പറയുന്നത്. അതിന് കാരണം, നീ അവരെ മകനല്ല, പകരം നിന്നെ നന്ദബാബ മാർക്കറ്റിൽ കൂടെ പോയ സമയത്ത് അവിടെ നിന്നെ വിറ്റുകൊണ്ടിരുന്നതാണ്, അവിടെ നിന്നാണ് നിന്നെ വാങ്ങിച്ചത് എന്ന് ബൽറാം സ്വാമി ഭഗവാനോട് പറയും. ഇത് കേട്ടോണ്ട് ഭഗവാന്റെ കണ്ണ് രണ്ടും നിറഞ്ഞ് കരയാൻ തുടങ്ങും. ഭഗവാൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. എന്നിട്ട് ഭഗവാൻ അവിടുന്ന് ഓടും. ചുറ്റും എല്ലാരും ചിരിക്കുന്ന ഭഗവാൻ അവിടുന്ന് ഓടിയിട്ട് യശോദാ മാതാവിന്റെ അടുത്ത് പോയിട്ട് പറയും, യശോദ മാതാവിന്റെ അടുത്ത് പോയിട്ട് ബൽറാം സ്വാമിയെ കുറിച്ച് പറയും, ഇങ്ങനെ ജ്യേഷ്ഠൻ എന്നെ ഇത്രയും വേറൊരു ഇടയ്ക്ക് വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയും. അപ്പം യശോദ മാതാവ് പറയും, നീ അത് നോക്കണ്ട കൃഷ്ണ, അത് വെറുതെ അവൻ കളി പറയുന്നതല്ലേ, നീ അത് നോക്കണ്ട എന്ന് പറയും. അപ്പോ ഇല്ല, ഭഗവാൻ പറയും പറ്റില്ല. ഭഗവാൻ പറയും, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, ജ്യേഷ്ഠൻ എന്റെ അടുത്ത് അത്ര ഇതല്ലേ എന്ന് പറയും. അപ്പൊ യശോദ മാതാവ് പറയും, ശരി എന്നാ നീ ഒരു ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടി, നീ തന്നെ കണ്ടുപിടി എന്ന് പറയും. അപ്പോ ഭഗവാൻ പെട്ടെന്ന് പറയും, ശരി എനിക്ക് ഇതിന് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, എന്നെ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം എന്ന് പറയും.
അപ്പൊ 4 വയസ്സേ ഉള്ളൂ ആ സമയത്ത്, 4-5 വയസ്സേ ഉള്ളൂ ഭഗവാൻ ആ സമയത്ത്. അപ്പൊ യശോദ പറയും ഓഹോ, അപ്പൊ അത് അങ്ങനെ കല്യാണം കഴിച്ചാൽ എല്ലാ പ്രശ്നവും തീരുമോ? അപ്പൊ ഭഗവാൻ പറയുന്ന ആ തീരും, എല്ലാ പ്രശ്നവും തീരും. അപ്പൊ യശോദ മാതാവ് പറയും ശരി, എന്നാ നീ ഇത്രയും വലിയ ഡിസിഷൻസ് ഒക്കെ നിനക്ക്, തീരുമാനങ്ങളൊക്കെ നിനക്ക് എടുക്കാൻ അറിയില്ലേ, എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്, നീ തന്നെ പെണ്ണിനെ നീ വധുവിനെ നീ കണ്ടുപിടിച്ചിട്ടുണ്ടാവൂലേ, അപ്പൊ നീ തന്നെ കണ്ടുപിടിച്ചോ, വധു ആരെന്ന് നീ തന്നെ കണ്ടുപിടിച്ചോ. അപ്പോ ഭഗവാൻ പറയും നമ്മുടെ വൃന്ദാവനത്തിലെ ഇതനുസരിച്ച് കല്യാണം കഴിക്കുമ്പോ 2 പേരല്ലല്ലോ ചേരുന്നത്, 2 കുടുംബങ്ങളല്ലേ ചേരുന്നത്. അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും നന്ദബാപ്പ വൃഷഭാനു മഹാരാജായിട്ട് ഭയങ്കര കമ്പനിയാണ്, യശോദ മാധവാണെങ്കിൽ കീർത്തിദായിട്ട് ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി രാധാറാണിയാണ് നല്ലത് എന്ന് ഭഗവാൻ പറയും. ആ സമയത്ത് ഭഗവാൻ 4 വയസ്സേ ഉള്ളൂ. അപ്പൊ ഭഗവാൻ ഇങ്ങനെ പറയും. അപ്പൊ യശോദ മാധവ പറയും, ഓ ശ്രീമതി രാധാറാണി ശരി, എല്ലാം ചെയ്യാം, പക്ഷെ കണ്ണ നീ ഒരു കാര്യം പറയും, കല്യാണം കഴിച്ച ഈ പ്രശ്നത്തിന് എന്ത് പരിഹാരമായിരിക്കും ഉണ്ടാവുക? അപ്പൊ ഭഗവാൻ പറയും കല്യാണം കഴിച്ചാൽ എന്താ അത് വളരെ വലിയ ക്വസ്റ്റ്യൻ ആണ് അമ്മ. അത് എന്താ വെച്ചാല്, ഇനിയും ബലറാം സ്വാമി എന്നെ ഇങ്ങനെ കറുപ്പെന്ന് വിളിച്ച് കളിയാക്കുമ്പോ എനിക്ക് പറയാലോ എന്റെ വൈഫെങ്കിലും എന്റെ ഭാര്യയെങ്കിലും വെളുപ്പുണ്ട് എന്നിങ്ങനെ പറയാലോ എന്ന് പറയും. അങ്ങനെ ഇത്രയും മനോഹരമായിട്ടുള്ള കുറെ ലീലാസ് ഉണ്ട്, ഭഗവാനും യശോദ മാതാവും തമ്മിലുള്ള കുറെ ലീലാസ്. അപ്പൊ യശോദ മാധവ് പറയും നിനക്ക് ദാമോദര ഇത് കഴിഞ്ഞിട്ട് യശോദ മാധവ് പറയും നിനക്ക് ദാമോദര ലീല പാർട്ട് 1 അല്ലേ നമ്മൾ ചെയ്തത്, ഇനി നിനക്ക് അതിന്റെ പാർട്ട് 2 കൂടെ ചെയ്യണോ എന്ന് പറയും. ഇങ്ങനെ കുറെ കാരണം വൃന്ദാവനത്തില് ഭഗവാൻ ചെയ്ത ലീലാസ് ഭയങ്കര എൻഡ്ലെസ് ലീലാസ് ആണ്. അതിനൊരു അന്ത്യവും ഇല്ല ഭഗവാൻ ചെയ്ത വൃന്ദാവനത്തിലെ പാസ്റ്റ് ടൈംസ്. മാത്രമല്ല, കാരണം വൃന്ദാവനത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഭഗവാൻ എന്ന് പറയുന്നത് ദൈവം അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയുന്നത് സുപ്രീം ഗോഡ് അല്ല. അവരെ സംബന്ധിച്ച് ഭഗവാൻ എന്ന് പറയുന്നത് തന്റെ മകനാണ്, തന്റെ സഹോദരനാണ്, തന്റെ കൂട്ടുകാരനാണ്. ഇങ്ങനെ അവര് ഭഗവാനെ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വൃന്ദാവനത്തിൽ പോയ അവരടുത്ത് പറയണ ഭഗവാൻ സുപ്രീം പേഴ്സണാലിറ്റിയോ പരമ ദിവ്യോത്തം പുരുഷനാണെന്ന് പറഞ്ഞാൽ അവർ ചിരിക്കുള്ളൂ. കാരണം അവരെ സംബന്ധിച്ച് ഭഗവാൻ അവർ അങ്ങനെയല്ല കണ്ടിട്ട്. ഭഗവാനും അത് തന്നെയാണ് വേണ്ടത്. ഭഗവാനെ റെസ്പെക്ട് ചെയ്യണം, ആരാധിക്കണം, ഭയങ്കരമായിട്ട് ഇത് ചെയ്യണം എന്നല്ല. ഭഗവാന് വേണ്ടത് എന്താണ്? ആ പ്യുവർ സ്നേഹമാണ്. അത് എവിടെയുള്ള ആൾക്കാർക്കേ ഉള്ളൂ? വൃന്ദാവനത്തിലുള്ള ആൾക്കാർക്കേ ഉള്ളൂ. അത് നമ്മൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കാന്നാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. ഹരേ കൃഷ്ണ.